പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പലഹാരമാണ്. അതിനായിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റായോ 4 മണി ചായക്കൊപ്പമോ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അതിനായി നമ്മളൊരല്പം വറുത്ത റവ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് 2 എണ്ണം ക്ലീൻ ചെയ്തെടുത്തത്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചുകൊണ്ട് വരാം. ക്യാരറ്റ് ഇതുപോലെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ തിരുമ്മിയതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിൽ നിന്ന് നമുക്കൊരല്പം പാല് പിഴിഞ്ഞെടുക്കണം. പാല് പിഴിഞ്ഞെടുക്കാം ഇതിൽ നിന്ന്. അടുപ്പത്ത് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് കൊണ്ടുവന്ന് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ആ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റവ കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരല്പം റവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. റവ തയ്യാർ ചെയ്തെടുത്ത അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരല്പം എള്ള് കൂടി ഇട്ട് കൊടുക്കാം. എള്ളൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒരല്പം ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് ആ പച്ചപ്പൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെല്ലം കൂടി ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ വെല്ലം ചേർത്ത് കൊടുത്താൽ മതി. തീ ഓഫ് ചെയ്യാം. എടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ റവ ആയതുകൊണ്ട് വെള്ളം കുടിക്കും. ആവശ്യമെങ്കിൽ ഒരല്പം തേങ്ങാപ്പാൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1-2 സ്പൂണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ആ കുഴച്ചെടുത്ത മാവ് ഇതുപോലെ 4 ഉരുളകളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അതിൻ്റെ നടു ഒന്ന് കുഴിച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുഴിക്കുള്ളിലായിട്ട് എള്ളിൻ്റെയും തേങ്ങയുടെയും ശർക്കരയുടെയും മിശ്രിതം വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഉരുളകൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കൊഴുക്കട്ട റെസിപ്പിയാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്.
നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ തയ്യാറാക്കി കഴിക്കുവാനായിട്ട്. നല്ല സോഫ്റ്റിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു കൊഴുക്കട്ടയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്